വർത്താനൊന്നുമില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ വലിയ എടുത്ത് കണ്ടോ, അത് 1.5 സെൻറ്റിമീറ്ററാണ്, കുഞ്ഞിതുള്ളത് 0.5 സെൻറ്റിമീറ്ററാണ്. നമ്മളിത് മടക്കി കൊടുക്കുക, എല്ലാ സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കോർണർ സൈഡില്ലേ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. യൂസ് ചെയ്തിട്ടുള്ള സ്ക്വയർ ഷേപ്പുള്ള പേപ്പറാണ്, നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഷേപ്പുള്ള പേപ്പറും എടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് സൈഡല്ലേ, ഈ രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് 1.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്, ഒന്ന് കട്ട് ചെയ്യാനുള്ള ലെങ്ത്ത്. അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ദെൻ ഗ്ലൂ തേച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കണം. രണ്ട് സൈഡും ഓപ്പോസിറ്റ് രണ്ട് സൈഡ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുക. മറ്റേ ബാക്കിയുള്ള രണ്ട് സൈഡ് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്കൊക്കെ ആയിട്ട്. നമുക്കൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂവും തേച്ച് കൊടുക്കുക. ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. നമ്മൾ ഫ്രെയിം റെഡി ആയിക്കണം. ഇനി ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മൾ മുന്നേ ഉണ്ടായിട്ടുള്ള പിക്സൽ ആർട്ടിൻ്റെ ആ ഹാർട്ട് ഷേപ്പിലുള്ള പിക്സൽ ആർട്ടിനെയാണ് വെക്കുന്നത്. ഫ്രെയിം സാധാരണ ചീക്കിഞ്ഞാണല്ലോ നിൽക്കുന്നത് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നുള്ള സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കട്ടിലൊരു പേപ്പർ എടുക്കുക, രണ്ട് പേപ്പർ ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും മതി. ഇതേ സൈസിലെടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് പശ തേച്ച് കഴിഞ്ഞിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ തേച്ച് കഴിഞ്ഞിട്ട് ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അത് ഉണങ്ങി കൂടി ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രെയിം റെഡി ആയി. ഓൾമോസ്റ്റ് അല്ല, ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് എടുക്കുക, ടേബിളിലൂടെ വെക്കുക. ലൈക്ക് കരോ, സബ്സ്ക്രൈബ് കരോ.